ഹായ്, ഞാനൊരു ചിക്കൻ കറി വെക്കാൻ പോവാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് മൂപ്പിച്ച്, പിന്നെ 2 പച്ചമുളകും മുറിച്ചിട്ടൊന്ന് മൂപ്പിച്ചു. പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ടു, സവാളയും കൊച്ചുള്ളിയും കൂടി അരിഞ്ഞതും ഇട്ട് നല്ലപോലൊന്ന് വഴറ്റിയെടുക്കുവാണേ ആദ്യം. അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, എല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുത്തു. പിന്നെ ഞാൻ വേറൊരു ചീനിച്ചട്ടിയിലകത്തേക്കാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരുമിച്ച് കിടന്ന് മൂത്ത് വരാൻ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും വേറെ മൂപ്പിക്കുന്നത്. ഇപ്പം ഞാൻ 2.5 സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തു, ഒരു 3 സ്പൂണോളം മുളക് പൊടിയും എടുത്തു, നല്ലപോലെ മൂപ്പിക്കുവാണേ. പലരും പല രീതിയിലാണ് കറി വയ്ക്കുന്നത്. ചിലർ ഉള്ളിയുടെ കൂട്ടത്തിലിട്ട് പൊടികളെല്ലാം മൂപ്പിക്കാറുണ്ട്, ചിലർ ഇങ്ങനെയും മൂപ്പിക്കാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഇവിടെ ചേട്ടൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് അത് കണ്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. നല്ലപോലെ പൊടികളെല്ലാം ആ ഉള്ളിക്കകത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഈ സമയത്താണ് ഞങ്ങൾ കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കനെല്ലാം ഇതിനകത്തിലേക്ക് വാരിയിടും. ചിക്കനിൽ മസാല പൊതിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ചേർത്ത് ഇളക്കി വെക്കണം. ഇന്ന് ചിക്കൻ കറി വെച്ചാൽ ഞങ്ങൾ അല്പം ചാറിട്ടാണ്. കാരണം അമ്മ ഇന്നലെ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കപ്പ കുഴച്ചു. അതുകൊണ്ട് ചിക്കൻ കറി വെച്ചപ്പോൾ ഇച്ചിരി ചാറിട്ട് വെച്ചു. ആ ചിക്കൻ കറിയുടെ ചാറിലോട്ട് ആ കപ്പ കുഴച്ച് തിന്നാൻ എന്ത് ടേസ്റ്റാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കപ്പയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചിട്ട് വരാവേ. ടാറ്റാ.